സ്മാർട്ട് ശ്രീയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ദാദാഭായ് നവറോജിയുടെ ടോപ്പിക് പോയിന്റ് വരെയാണ് നമ്മൾ നിർത്തിയത് അല്ലേ. അടുത്തൊരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ. അപ്പോൾ ദാദാഭായ് നവറോജിക്ക് ശേഷം ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന് തനതായ സംഭാവനകൾ നൽകിയ മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് ഗാന്ധിജി. അപ്പോൾ നമുക്ക് ഗാന്ധിജിയെക്കുറിച്ച് ഒരുപാട് അറിയാമെങ്കിലും അദ്ദേഹം ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എന്നുള്ള നിലയ്ക്ക് നമുക്കറിയുമായിരിക്കില്ല പലർക്കും. അപ്പോൾ ദാദാഭായ് നവറോജിക്ക് ശേഷം ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന് തനതായ സംഭാവനകൾ നൽകിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ദാദാഭായ് നവറോജി. അപ്പോൾ ദാദാഭായ് നവറോജിക്ക് ശേഷം സാമ്പത്തിക ശാസ്ത്രത്തിന് തനതായ സംഭാവന നൽകി ഗാന്ധിജി കേട്ടോ, തെറ്റി പറഞ്ഞുപോയി, അത് ഗാന്ധിജിയാണ്. ഇനി അദ്ദേഹം എന്തിനൊക്കെയാണ് പ്രാധാന്യം നൽകിയത്? ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്കും ധാർമ്മിക മൂല്യങ്ങൾക്കും പ്രാധാന്യം നൽകിയ വ്യക്തിയാണ് ഗാന്ധിജി. ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്കും ധാർമ്മിക മൂല്യങ്ങൾക്കും പ്രാധാന്യം നൽകിയ വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞൊരു കോട്ടുണ്ട്: ഇന്ത്യക്ക് ആവശ്യം മൂലധനം ഏതാനും പേരിൽ കേന്ദ്രീകരിക്കലല്ല, 1900 മൈൽ നീളവും 1500 മൈൽ വീതിയുമുള്ള ഈ മഹാഭൂഖണ്ഡത്തിലെ 7.5 ലക്ഷം ഗ്രാമങ്ങൾക്ക് ഉതകുന്ന തരത്തിൽ വിതരണം ചെയ്യലാണ്. അപ്പോൾ ഗാന്ധിജിയുടെ പ്രസിദ്ധമായിട്ടുള്ള കോട്ട് നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. ഇന്ത്യക്ക് ആവശ്യം മൂലധനം ഏതാനും പേരിൽ കേന്ദ്രീകരിക്കലല്ല, 1900 മൈൽ നീളവും 1500 മൈൽ വീതിയുമുള്ള ഈ ഭൂഖണ്ഡത്തിലെ 7.5 ലക്ഷം ഗ്രാമങ്ങൾക്ക് ഉതകുന്ന തരത്തിൽ വിതരണം ചെയ്യലാണെന്ന് പറഞ്ഞത് ആരാണ്? ഗാന്ധിജിയാണ്. അപ്പോൾ അദ്ദേഹം ധാർമ്മിക മൂല്യങ്ങൾക്കും ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്കും പ്രാധാന്യം നൽകിയ വ്യക്തിയാണ്. ദാദാഭായ് നവറോജിക്ക് ശേഷം ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന് തനതായ സംഭാവനകൾ നൽകിയ വ്യക്തിയാണ് ഗാന്ധിജി. അദ്ദേഹമാണ് ട്രസ്റ്റിഷിപ്പ് എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ്. ട്രസ്റ്റിഷിപ്പ് എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഗാന്ധിജിയാണ്. എന്താണ് ട്രസ്റ്റിഷിപ്പ്? ട്രസ്റ്റിഷിപ്പ് എന്ന ആശയം കൊണ്ട് എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്? ട്രസ്റ്റിഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിലും അഹിംസയിലും അധിഷ്ഠിതമായ ഒരു സമ്പദ് വ്യവസ്ഥ എന്നതാണ് ട്രസ്റ്റിഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗാന്ധിജി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാലേ, സത്യം അഹിംസ എന്നതാണ് അദ്ദേഹത്തിന് ആയുധങ്ങൾ. അപ്പോൾ ട്രസ്റ്റിഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? സത്യത്തിലും അഹിംസയിലും അധിഷ്ഠിതമായ ഒരു സമ്പദ് വ്യവസ്ഥ എന്നതാണ് ട്രസ്റ്റിഷിപ്പ് എന്ന ആശയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി എന്താണ് ട്രസ്റ്റിഷിപ്പ് എന്നതുകൊണ്ട് പ്രധാനപ്പെട്ടൊരു 4 പോയിന്റ് പറയുന്നുണ്ട്. എന്താണ് ട്രസ്റ്റിഷിപ്പ് എന്നുള്ളത്? അതായത് ട്രസ്റ്റി, നമുക്കറിയാം, ഒരു ട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതിനൊരു ഹെഡ് ഉണ്ടാവും അല്ലേ. അപ്പോൾ മുതലാളി തനിക്ക് മാത്രമായുള്ള ഉടമസ്ഥാവകാശം പരിത്യജിക്കുകയും ജനങ്ങളുടെ ട്രസ്റ്റി എന്ന നിലയിൽ പെരുമാറേണ്ടതുമാണ്. മുതലാളി എന്താണ്? തനിക്ക് മാത്രമായുള്ള ഉടമസ്ഥാവകാശം പരിത്യജിക്കുകയും ജനങ്ങളുടെ ഒരു ട്രസ്റ്റി എന്ന നിലയിൽ പെരുമാറേണ്ടതുമാണ്. ഓക്കെ ആണല്ലോ, ഫസ്റ്റ് വൺ. ഈ രണ്ടാമത്തെ പോയിന്റ്, അദ്ദേഹത്തിന് അനന്തരാവകാശികൾ ആരായിരിക്കണം? ഒരു ട്രസ്റ്റിക്ക് അനന്തരാവകാശികൾ അദ്ദേഹത്തിൻ്റെ മകനോ മകളോ ഭാര്യയോ അല്ലെങ്കിൽ അങ്ങനെ വീട്ടുകാരോ ആവാൻ പാടില്ല. ഒരു ട്രസ്റ്റിക്ക് പൊതുജനങ്ങളല്ലാതെ മറ്റു അനന്തരാവകാശികൾ പാടില്ല. ഒരു ട്രസ്റ്റിക്ക് പൊതുജനങ്ങളല്ലാതെ മറ്റു അനന്തരാവകാശികൾ പാടില്ല. 2 പോയിന്റ് പറഞ്ഞു. മുതലാളി തനിക്ക് മാത്രമായുള്ള ഉടമസ്ഥാവകാശം പരിത്യജിക്കുകയും ജനങ്ങളുടെ ഒരു ട്രസ്റ്റി എന്ന നിലയിൽ പെരുമാറേണ്ടതുമാണ്. ഒരു ട്രസ്റ്റിക്ക് പൊതുജനങ്ങളല്ലാതെ മറ്റു അനന്തരാവകാശികൾ പാടില്ല. എന്തുൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്നൊക്കെ ആര് തീരുമാനിക്കണം? മുതലാളിയല്ല തീരുമാനിക്കേണ്ടത്, സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് തീരുമാനിക്കണം. ഉൽപ്പന്നം ഏത് വിധത്തിലായിരിക്കണം, എത്രത്തോളം ഉൽപ്പാദിപ്പിക്കണം എന്നൊക്കെ സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് തീരുമാനിക്കണം. അതാണ് 3ാമത്തെ പോയിന്റ്. 4ാമത്തെ പോയിന്റ്, നമുക്കറിയാലേ, മിനിമം വേജ്. ഇപ്പോൾ ഒരു സ്ഥാപനത്തിൽ പോകുമ്പോൾ അവിടുത്തെ മിനിമം വേജ്, അങ്ങനെ ഒരു അറിയാലോ, മിനിമം കൂലി ഇത്ര കൊടുക്കും എന്നൊക്കെ പറയുമല്ലോ. അപ്പം മിനിമം വേജ് പോലെ തന്നെ മാക്സിമം വേജിനും ഒരു പരിധി കൽപ്പിക്കണം. അതല്ലാതെ തോന്നിയ പോലെ വാരിക്കോരി കൊടുക്കാൻ പാടില്ല. മിനിമം വേജ് നിശ്ചയിച്ചിട്ടുള്ളത് പോലെ തന്നെ മാക്സിമം വേജിനും ഒരു പരിധി കൽപ്പിക്കണം. അതാണ് ട്രസ്റ്റിഷിപ്പ് എന്ന ആശയം കൊണ്ട് ഗാന്ധിജി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ട്രസ്റ്റിഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സത്യത്തിലും അഹിംസയിലും അധിഷ്ഠിതമായ ഒരു സമ്പദ് വ്യവസ്ഥയാണ് ട്രസ്റ്റിഷിപ്പ് എന്നതുകൊണ്ട് ഗാന്ധിജി ഉദ്ദേശിക്കുന്നത്. ട്രസ്റ്റിഷിപ്പ് എന്ന ആശയത്തിൽ എന്തൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നു? മുതലാളി തനിക്ക് മാത്രമായുള്ള ഉടമസ്ഥാവകാശം പരിത്യജിക്കുകയും ജനങ്ങളുടെ ഒരു ട്രസ്റ്റി എന്ന നിലയിൽ പെരുമാറേണ്ടതുമാണ് 1ാമത്തെ പോയിന്റ്. 2ാമത്തെ പോയിന്റ് എന്താണ്? മുതലാളിക്ക് ആരാണ് അനന്തരാവകാശികളാവേണ്ടത്? പൊതുജനങ്ങളല്ലാതെ മറ്റു അനന്തരാവകാശികൾ പാടില്ല. 3rd പോയിന്റ്, എന്തുൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, എത്രത്തോളം ഉൽപ്പാദിപ്പിക്കണം എന്നൊക്കെ ആരുടെ ആഗ്രഹത്തിനനുസരിച്ച് തീരുമാനിക്കണം? വീട്ടുകാരുടെ ഒന്നല്ല, സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് സൊസൈറ്റി എന്താ ആവശ്യപ്പെടുന്നു അതിനനുസരിച്ച് തീരുമാനിക്കണം. ലാസ്റ്റ് വൺ എന്താ പറഞ്ഞത്? മിനിമം വേജ് പോലെ മാക്സിമം വേജിനും ഒരു പരിധി കൽപ്പിക്കണം.
ഇപ്പൊ ഗാന്ധിജിയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദാദാഭായ് നവറോജിക്ക് ശേഷം ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന് തനതായ സംഭാവനകൾ നൽകിയ വ്യക്തിയാണ് ഗാന്ധിജി. അപ്പൊ ഗാന്ധിജി എന്താണ് പറഞ്ഞത്? ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്കും ധാർമ്മിക മൂല്യങ്ങൾക്കും പ്രാധാന്യം നൽകിയ വ്യക്തിയാണ് അദ്ദേഹം. ഇന്ത്യക്ക് ആവശ്യം മൂലധനം ഏതാനും പേരിൽ കേന്ദ്രീകരിക്കലല്ല, 1900 മൈൽ നീളവും 1500 മൈൽ വീതിയുമുള്ള ഈ ഭൂഖണ്ഡത്തിലെ 7.5 ലക്ഷം ഗ്രാമങ്ങൾക്ക് ഉതകുന്ന തരത്തിൽ വിതരണം ചെയ്യലാണ് എന്ന് പറഞ്ഞതാരാണ്? ഗാന്ധിജിയാണ്. അദ്ദേഹമാണ് ട്രസ്റ്റിഷിപ്പ് എന്ന ആശയത്തിന് ഉപജ്ഞാതാവ്. സത്യത്തിലും അഹിംസയിലും അധിഷ്ഠിതമായ ഒരു സമ്പദ് വ്യവസ്ഥ എന്നതാണ് ട്രസ്റ്റിഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മുതലാളി തനിക്ക് മാത്രമായുള്ള ഉടമസ്ഥാവകാശം പരിത്യജിക്കുക, ജനങ്ങളുടെ ട്രസ്റ്റി എന്ന നിലയിൽ പെരുമാറുക. അദ്ദേഹത്തിന് പൊതുജനങ്ങളല്ലാതെ മറ്റു അനന്തരാവകാശികൾ പാടില്ല. തേർഡ് പോയിന്റ് എന്തായിരുന്നു? അദ്ദേഹം മിനിമം വേജ് പോലെ മാക്സിമം വേജിന് ഒരു പരിധി കൽപ്പിക്കണം. എന്ത് ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളത് ജനങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് തീരുമാനിക്കണം. ഓക്കെ ആണല്ലോ. ഇനി എന്താണ് ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകൾ? ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകൾ കാർഷിക മേഖലയ്ക്കും ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്കും പ്രാധാന്യം നൽകി. കാർഷിക മേഖലയ്ക്കും ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്കും പ്രാധാന്യം നൽകുക. ഇപ്പൊ ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകൾ എന്തൊക്കെയാണെന്നാ പറയുന്നത്? കാർഷിക മേഖലയ്ക്കും ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്കും പ്രാധാന്യം നൽകിക്കൊണ്ടേ ആയിരിക്കണം ഒരു സമ്പദ് വ്യവസ്ഥ എന്ന പറഞ്ഞത് ഗാന്ധിജിയാണ്. കാർഷിക മേഖലയ്ക്കും ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്കും പ്രാധാന്യം നൽകാം. ഇനി രണ്ടാമത്തെ, കുടിൽ ചെറുകിട വ്യവസായങ്ങൾക്ക് മുൻഗണന. ഇപ്പൊ കാർഷിക ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്ക് പ്രാധാന്യം, കുടിൽ ചെറുകിട വ്യവസായങ്ങൾക്ക് മുൻഗണന, സമത്വത്തിൽ അടിയുറച്ച ഒരു സമ്പദ് വ്യവസ്ഥയുടെ രൂപീകരണം. സമത്വം, ഇക്വാലിറ്റി, അതായത് മുതലാളി തൊഴിലാളി എന്നുള്ള വ്യത്യാസമില്ലാതെ എല്ലാവരും ഈക്വൽ ആവാം. സമത്വത്തിൽ അടിയുറച്ച ഒരു സമ്പദ് വ്യവസ്ഥയുടെ രൂപീകരണം, സ്വയം പര്യാപ്തവും സ്വാശ്രയവുമായ ഒരു സമ്പദ് വ്യവസ്ഥ, സെൽഫ് റിലയബിൾ ആവാം. നമുക്ക് വേണ്ടിയിട്ടുള്ളത് തേടാൻ മറ്റുള്ളവരത്തേക്ക് പോകാതെ നമ്മൾ സ്വയം ആശ്രയിച്ചുകൊണ്ട് ജീവിക്കാം, മറ്റുള്ളവരെ ആശ്രയിക്കാതെ. അതാണ് സ്വാശ്രയത്വം. സ്വയം പര്യാപ്തവും സ്വാശ്രയവുമായ സമ്പദ് വ്യവസ്ഥ. ഇപ്പൊ ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകൾ എന്തൊക്കെയാണ്? കാർഷിക ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്ക് പ്രാധാന്യം, കുടിൽ ചെറുകിട വ്യവസായങ്ങൾക്ക് മുൻഗണന, സമത്വം, സ്വാശ്രയത്വം എന്നിവയാണ് ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളിൽ പെടുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകൾ ഗാന്ധിജിയുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ ഗ്രാമവുമായി കൂടുതൽ ചേർന്ന് കിടക്കുന്ന ഒരു വ്യക്തിയാണല്ലേ. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് എടുക്കാം. കാർഷിക ഗ്രാമീണ സമ്പദ്, കുടിൽ വ്യവസായങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കും, കുടിൽ ചെറുകിട വ്യവസായങ്ങൾ. പിന്നെ സമത്വം അറിയാം, അയിത്തൊക്കെ ഇല്ലാതാക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ശ്രമിച്ചിട്ടുള്ള വ്യക്തിയാണ്. സമത്വം, പിന്നെ സ്വാശ്രയത്വം, ഇത്തരം കാര്യങ്ങളാണ് ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകൾ. ഓക്കെ ആണല്ലോ. ഇനി ഈ ചിന്തകളിൽ ആകൃഷ്ടരായ പ്രധാനപ്പെട്ട ചിന്തകർ ആരൊക്കെയാണ്? ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളിൽ ആകൃഷ്ടരായ 3 പ്രധാനപ്പെട്ട സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരുണ്ട്. അവരാരൊക്കെയാണെന്ന് പഠിക്കാം. അല്ലെങ്കിൽ നമുക്ക് വേറൊരു ചോദ്യം ചോദിക്കാം. ഗ്രാമീണ മേഖലയ്ക്കും ധാർമ്മിക മൂല്യങ്ങൾക്കൊക്കെ പ്രാധാന്യം നൽകിയ മറ്റു സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ ആരാണ്? ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്ക് ധാർമ്മിക മൂല്യങ്ങൾക്കൊക്കെ പ്രാധാന്യം നൽകിയിട്ടുള്ള വ്യക്തി ഗാന്ധിജിയാണ്. മറ്റു സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ എന്ന് പറഞ്ഞാൽ ഗാന്ധിജിയുടെ ചിന്തകളിൽ ആകൃഷ്ടരായിട്ടുള്ള മറ്റു സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ തന്നെയാണ് അവിടെ മീനിങ്, ഇംപ്ലൈഡ് മീനിങ്. അപ്പോൾ ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളിൽ ആകൃഷ്ടരായ പ്രധാനപ്പെട്ട സാമ്പത്തിക ശാസ്ത്രജ്ഞർ ആരൊക്കെയാണ്? ഫസ്റ്റ് വൺ, ജെ.സി. കുമരപ്പ. ജെ.സി. കുമരപ്പ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം ജെ.സി. കോർണേലിയസ്. ജെ.സി. കുമരപ്പ അഥവാ ജെ.സി. കോർണേലിയസ്. അപ്പോൾ ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളിൽ ആകൃഷ്ടരായ സാമ്പത്തിക ശാസ്ത്രജ്ഞർ ആരൊക്കെയാണ്? ഫസ്റ്റ് വൺ ആരാണ്? ജെ.സി. കുമരപ്പ അല്ലെങ്കിൽ ജെ.സി. കോർണേലിയസ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പുസ്തകമാണ് ഇക്കോണമി ഓഫ് പെർമനൻസ്. ജെ.സി. കോർണേലിയസ് ഇക്കോണമി ഓഫ് പെർമനൻസ് എന്ന പുസ്തകം രചിച്ചു. ഇക്കോണമി ഓഫ് പെർമനൻസ് എന്ന പുസ്തകം രചിച്ച വ്യക്തിയാണ്. ഗാന്ധിയൻ
സമ്പദ് വ്യവസ്ഥയുടെ ഉപജ്ഞാതാവ് JC കുമരപ്പ. വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഗാന്ധിയൻ സമ്പദ് വ്യവസ്ഥയുടെ ഉപജ്ഞാതാവാരാണ്? JC കുമരപ്പ. അദ്ദേഹത്തിൻ്റെ പുസ്തകമാണേത്? ഇക്കോണമി ഓഫ് പെർമനൻസ്. അപ്പം നമ്മൾ എക്കണോമിക്സ് തുടങ്ങിയ ക്ലാസ് തൊട്ടിട്ട് പല പുസ്തകങ്ങൾ പഠിച്ചിട്ടുണ്ട്, പല നിയമങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഓർത്ത് വയ്ക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ മാച്ച് ദ ഫോളോയിങ് പോലെ തരാം. അപ്പോൾ ഇക്കോണമി ഓഫ് പെർമനൻസ് എന്ന പുസ്തകം രചിച്ചതാരാണ്? JC കുമരപ്പയാണ്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം എന്താണ്? JC കോർണേലിയസ്. അദ്ദേഹമാണ് ഗാന്ധിയൻ സമ്പദ് വ്യവസ്ഥയുടെ ഉപജ്ഞാതാവ്. ഗാന്ധിയൻ സമ്പദ് വ്യവസ്ഥയുടെ ഉപജ്ഞാതാവാണ് JC കുമരപ്പ. നെക്സ്റ്റ് SN അഗർവാൾ. SN അഗർവാളിൻ്റെ മുഴുവൻ പേര് ശ്രീമൻ നാരായൺ അഗർവാൾ. ശ്രീമൻ നാരായൺ അഗർവാൾ. SN എന്ന് പറഞ്ഞാൽ ശ്രീമൻ നാരായൺ അഗർവാൾ. SN അഗർവാൾ. ഗാന്ധിയൻ ആസൂത്രണത്തിന്റെ ഉപജ്ഞാതാവാണ് ശ്രീമൻ നാരായൺ അഗർവാൾ. ഗാന്ധിയൻ ആസൂത്രണത്തിന്റെ ഉപജ്ഞാതാവാണ് ശ്രീമൻ നാരായൺ അഗർവാൾ. അപ്പൊ ഗാന്ധിയൻ സമ്പദ് വ്യവസ്ഥയുടെ ഉപജ്ഞാതാവ് ആരാ? JC കുമരപ്പ. ഗാന്ധിയൻ ആസൂത്രണത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ശ്രീമൻ നാരായൺ അഗർവാൾ ആണ്. ആസൂത്രണം അഗർവാൾ, സമ്പദ് വ്യവസ്ഥ കുമരപ്പ. സമ്പദ് വ്യവസ്ഥ കുമരപ്പ, ആസൂത്രണം അഗർവാൾ. ഓർത്ത് വെക്കുക, ഗാന്ധിയൻ ആസൂത്രണത്തിന് ഉപജ്ഞാതാവ് അഗർവാൾ, ഗാന്ധിയൻ സമ്പദ് വ്യവസ്ഥയുടെ ഉപജ്ഞാതാവ് ആരാണ്? JC കുമരപ്പ. അപ്പം ഇദ്ദേഹത്തെ കുറിച്ച് വേറൊന്നും പഠിക്കാനില്ല. SN അഗർവാൾ, മുഴുവൻ പേര് ശ്രീമൻ നാരായൺ അഗർവാൾ, ഗാന്ധിയൻ ആസൂത്രണത്തിന്റെ ഉപജ്ഞാതാവാണ്. ഗാന്ധിയൻ സമ്പദ് വ്യവസ്ഥയുടെ ഉപജ്ഞാതാവാണ് JC കുമരപ്പ. യഥാർത്ഥ നാമം JC കോർണേലിയസ്. അദ്ദേഹം ഇക്കോണമി ഓഫ് പെർമനൻസ് എന്ന പുസ്തകം രചിച്ചു. ഇനി നെക്സ്റ്റ് ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനും കൂടി, വേറെ ഒന്നും പഠിക്കാനില്ല, പേര് മാത്രം പഠിച്ചാൽ മതി. ധരംപാൽ. അപ്പം ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളിൽ ആകൃഷ്ടരായ 3 സാമ്പത്തിക ശാസ്ത്രജ്ഞർ ആരാണ്? JC കുമരപ്പ, SN അഗർവാൾ, ധരംപാൽ. JC കുമരപ്പ, SN അഗർവാൾ, ധരംപാൽ. അപ്പം നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ്? ദാദാഭായ് നവറോജിക്ക് ശേഷം ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന് തനതായ സംഭാവന നൽകിയ വ്യക്തിയാണ് ഗാന്ധിജി. ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്കും ധാർമ്മിക മൂല്യങ്ങൾക്കും പ്രാധാന്യം നൽകിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. ട്രസ്റ്റിഷിപ്പ് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവാണ്. ട്രസ്റ്റിഷിപ്പ് കൊണ്ട് അദ്ദേഹം എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്? മുതലാളി തനിക്ക് മാത്രമായുള്ള ഉടമസ്ഥാവകാശം പരിത്യജിക്കുകയും ജനങ്ങളുടെ ഒരു ട്രസ്റ്റി എന്ന നിലയിൽ പെരുമാറേണ്ടതുമാണ്. പിന്നെന്താ അടുത്തത് പഠിച്ചത്? അദ്ദേഹത്തിന് ട്രസ്റ്റിക്ക് പൊതുജനങ്ങളല്ലാതെ മറ്റു അനന്തരാവകാശികൾ പാടില്ല. എന്തുൽപാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്ന് ആരുടെ ആവശ്യത്തിനനുസരിച്ച് തീരുമാനിക്കണം? സമൂഹത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് തീരുമാനിക്കണം. 4ാമത്തെ പോയിന്റ് എന്താണ്? 4ാമത്തെ പോയിന്റിൽ പറയുന്നത് അദ്ദേഹം എന്തുൽപാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്നത് സമൂഹത്തിന്റെ ആവശ്യത്തിനനുസരിച്ച് തീരുമാനിക്കണം. മിനിമം വേജ് പോലെ തന്നെ മാക്സിമം വേജിനും ഒരു പരിധി കൽപ്പിക്കണം. ഈ 4 പോയിന്റ് ആയിരുന്നു അവിടെ. ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകൾ എന്തൊക്കെയാണ്? കാർഷിക ഗ്രാമീണ മേഖലയ്ക്ക് പ്രാധാന്യം, കുടിൽ ചെറുകിട വ്യവസായങ്ങൾക്ക് മുൻഗണന, സമത്വത്തിൽ അടിയുറച്ച സമ്പദ് വ്യവസ്ഥയുടെ രൂപീകരണം, സ്വയം പര്യാപ്തവും സ്വാശ്രയവുമായ പ്രാദേശിക സമ്പദ് വ്യവസ്ഥ. ഈ 4 കാര്യങ്ങളായിരുന്നു. ആ 4ലും ആകൃഷ്ടരായിട്ടുള്ള സാമ്പത്തിക ശാസ്ത്രജ്ഞർ ആരാണ്? JC കുമരപ്പ, SN അഗർവാൾ, ധരംപാൽ. JC കുമരപ്പ യഥാർത്ഥ നാമം എന്താണ്? JC കോർണേലിയസ്. ഗാന്ധിയൻ സമ്പദ് വ്യവസ്ഥയുടെ ഉപജ്ഞാതാവാണ് JC കുമരപ്പ അല്ലെങ്കിൽ JC കോർണേലിയസ്. ഇക്കോണമി ഓഫ് പെർമനൻസ് എന്ന പുസ്തകം രചിച്ചു. SN അഗർവാൾ ഗാന്ധിയൻ ആസൂത്രണത്തിന്റെ ഉപജ്ഞാതാവാണ്. ധരംപാൽ അദ്ദേഹത്തെ കുറിച്ച് മറ്റൊന്നുമില്ല, പേര് മാത്രം പഠിച്ചാൽ മതി. നെക്സ്റ്റ് മറ്റൊരു സാമ്പത്തിക ശാസ്ത്രജ്ഞനെ കൂടി കുറിച്ച് പഠിക്കാം നമുക്ക്. രമേശ് ചന്ദ്ര ദത്ത്. രമേശ് ചന്ദ്ര ദത്ത് ബ്രിട്ടീഷ് ചൂഷണവും പടിഞ്ഞാറൻ നാഗരികതയും എങ്ങനെ ഇന്ത്യയെ തകർത്തുവെന്ന് പഠനങ്ങളിലൂടെ വ്യക്തമാക്കിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് RC ദത്ത്. ബ്രിട്ടീഷ് ചൂഷണവും പടിഞ്ഞാറൻ നാഗരികതയും എങ്ങനെ ഇന്ത്യയെ തകർത്തുവെന്ന് പഠനങ്ങളിലൂടെ വ്യക്തമാക്കിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് RC ദത്ത് അല്ലെങ്കിൽ രമേശ് ചന്ദ്ര ദത്ത്. അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് ഇക്കണോമിക് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ, അണ്ടർ ഏർലി ബ്രിട്ടീഷ് റൂൾ. ഇക്കണോമിക് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ അണ്ടർ ഏർലി ബ്രിട്ടീഷ് റൂൾ. അപ്പോൾ രമേശ് ചന്ദ്ര ദത്ത് അല്ലെങ്കിൽ RC ദത്ത് എന്നുള്ള സാമ്പത്തിക ശാസ്ത്രജ്ഞനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പഠിച്ചത്.
അദ്ദേഹം എന്താണ് ബ്രിട്ടീഷ് ചൂഷണവും പടിഞ്ഞാറൻ നാഗരികതയും എങ്ങനെ ഇന്ത്യയെ തകർത്തുവെന്ന് പഠനങ്ങളിലൂടെ വ്യക്തമാക്കിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ആർച്ചി ദത്ത്. എക്കണോമിക് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ അണ്ടർ ഏർലി ബ്രിട്ടീഷ് റൂൾ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാണ് അദ്ദേഹം. ഓക്കെ ആണല്ലോ. നമുക്കിനി ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനെ കൂടി പഠിക്കാനുണ്ട്, അമർത്യ സെൻ. അമർത്യ സെൻ ദാരിദ്ര്യരേഖ നിർണ്ണയിക്കുന്നതിലെ അപാകത ആദ്യമായി ചൂണ്ടിക്കാണിച്ച വ്യക്തിയാണ് അമർത്യ സെൻ. ദാരിദ്ര്യരേഖ നിർണ്ണയിക്കുന്നതിലെ അപാകത ആദ്യമായി ചൂണ്ടിക്കാണിച്ച വ്യക്തി അമർത്യ സെനെ കുറിച്ച് എല്ലാവർക്കും അറിയായിരിക്കില്ല. എന്താണ് അദ്ദേഹത്തിന് ഇമ്പോർട്ടൻസ്? ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് അമർത്യ സെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഓർമ്മ വരിക എന്താണ്? സാമ്പത്തിക നോബൽ നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് അമർത്യ സെൻ. സാമ്പത്തിക നോബൽ നേടിയ ആദ്യ ഇന്ത്യക്കാരനാണ് അമർത്യ സെൻ. അപ്പോൾ അദ്ദേഹം ഏത് വർഷമാണ് സാമ്പത്തിക നോബൽ നേടിയത്? 1998 സാമ്പത്തിക നോബൽ അമർത്യ സെൻ ലഭിച്ചത്. അപ്പോൾ സാമ്പത്തിക നോബൽ നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? അമർത്യ സെൻ. രണ്ടാമത്തെ ഇന്ത്യക്കാരൻ 2019 അഭിജിത് ബാനർജി ആയിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് നേടിയത് അമർത്യ സെനാണ്. ദാരിദ്ര്യരേഖ നിർണ്ണയിക്കുന്നതിലെ അപാകത ചൂണ്ടിക്കാട്ടിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് അമർത്യ സെൻ. അത്രയാണല്ലോ. ഓക്കെ ആണല്ലോ. ഇനി അപ്പോൾ നമുക്കിങ്ങനെ പഠിക്കാം. ദാരിദ്ര്യരേഖ നിർണ്ണയിക്കുന്നതിൽ അപാകത ചൂണ്ടിക്കാട്ടി. ഇനി സാമ്പത്തിക നോബൽ ഏത് വർഷം ലഭിച്ചത്? 98. അദ്ദേഹത്തിന് ഭാരതരത്നം കിട്ടിയിട്ടുണ്ട് കേട്ടോ. 99 1999 ഭാരതരത്നം ലഭിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പഠിക്കുന്നത് മാനവ വികസന സൂചിക, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് തയ്യാറാക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച വ്യക്തിയാണ് അമർത്യ സെൻ. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് HDI തയ്യാറാക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച വ്യക്തിയാണ്. അപ്പോൾ ദാരിദ്ര്യരേഖ നിർണ്ണയിക്കുന്നതിൽ അപാകത ചൂണ്ടിക്കാണിച്ചു, മാനവ വികസന സൂചിക തയ്യാറാക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ചു. നളന്ദ യൂണിവേഴ്സിറ്റിയുടെ ആദ്യ ചാൻസലർ ആയിരുന്നു. നളന്ദ യൂണിവേഴ്സിറ്റി, ബീഹാറിലെ നളന്ദ യൂണിവേഴ്സിറ്റിയുടെ ആദ്യ ചാൻസലർ ആയിരുന്നു അമർത്യ സെൻ. അന്താരാഷ്ട്ര സാമ്പത്തിക ശാസ്ത്ര സംഘടനയുടെ പ്രസിഡന്റായ ചെയർമാനായ ആദ്യ ഇന്ത്യക്കാരാണ്. അന്താരാഷ്ട്ര സാമ്പത്തിക ശാസ്ത്ര സംഘടനയുടെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യക്കാരനായിരുന്നു അമർത്യ സെൻ. എന്തൊക്കെ പോയിന്റ് പഠിച്ചു? ദാരിദ്ര്യരേഖ നിർണ്ണയിക്കുന്നതിൽ അപാകത ആദ്യമായി ചൂണ്ടിക്കാണിച്ചു. സാമ്പത്തിക നോബൽ നേടിയ ആദ്യ ഇന്ത്യക്കാരനാണ്. 1999 അദ്ദേഹത്തിന് ഭാരതരത്നം ലഭിച്ചു. മാനവ വികസന സൂചിക തയ്യാറാക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച വ്യക്തിയാണ്. നളന്ദ യൂണിവേഴ്സിറ്റിയുടെ ആദ്യ ചാൻസലർ ആയിരുന്നു. അന്താരാഷ്ട്ര സാമ്പത്തിക ശാസ്ത്ര സംഘടനയുടെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യക്കാരനാണ് അദ്ദേഹം. ഇത്രയും കാര്യങ്ങൾ കിട്ടിയല്ലോ. ഇനി അദ്ദേഹത്തെ കുറിച്ചുള്ള പോയിന്റ്, 2019 അദ്ദേഹത്തിന് വേണ്ടി അമർത്യ സെൻ ചെയർ ആരംഭിച്ച ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്, ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സ്. അമർത്യ സെൻ ചെയർ ഇൻ ഇൻഇക്വാലിറ്റി സ്റ്റഡീസ്. അമർത്യ സെൻ ചെയർ ഇൻ ഇൻഇക്വാലിറ്റി സ്റ്റഡീസ്. ഇൻഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ അസമത്വം. ഇൻഇക്വാലിറ്റി സ്റ്റഡീസ് ആരംഭിച്ച യൂണിവേഴ്സിറ്റിയാണ് ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സ്. 2019 2020 പീസ് പ്രൈസ് ഓഫ് ജർമ്മൻ ബുക്ക് ലഭിച്ച ഇന്ത്യക്കാരനും അമർത്യ സെനാണ്. 2020 പീസ് പ്രൈസ് ഓഫ് ജർമ്മൻ ബുക്ക് ലഭിച്ച ഇന്ത്യക്കാരനും അമർത്യ സെനാണ്. 2019 അമർത്യ സെൻ ചെയർ ഇൻ ഇൻഇക്വാലിറ്റി സ്റ്റഡീസ് ആരംഭിച്ചത് ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സ് ആണ്. 2020 പീസ് പ്രൈസ് ഓഫ് ജർമ്മൻ ബുക്ക് ലഭിച്ചത് അദ്ദേഹത്തിനാണ്. 2021 പ്രിൻസസ് ഓഫ് അസ്റ്റൂറിയസ് പുരസ്കാരം ലഭിച്ച ഇന്ത്യക്കാരനും അദ്ദേഹമാണ്. പ്രിൻസസ് ഓഫ് അസ്റ്റൂറിയസ് പുരസ്കാരം ലഭിച്ച ഇന്ത്യക്കാരനും അമർത്യ സെനാണ്. 2019 ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സ് എന്ത് കിട്ടി? അമർത്യ സെൻ ചെയർ ഇൻ ഇൻഇക്വാലിറ്റി സ്റ്റഡീസ് ആരംഭിച്ചു. 2020 പീസ് പ്രൈസ് ഓഫ് ജർമ്മൻ ബുക്ക് ലഭിച്ച ഇന്ത്യക്കാരനാണ്. 2021 പ്രിൻസസ് ഓഫ് അസ്റ്റൂറിയസ് പുരസ്കാരം ലഭിച്ചു. ഇനി അദ്ദേഹത്തെ കുറിച്ചുള്ള പോയിന്റുകൾ കുറച്ചുകൂടി ഉണ്ട്. അദ്ദേഹത്തിന്റെ പഠന വിഷയമാക്കിയിട്ടുള്ള പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ പഠന വിഷയങ്ങളാണ് ദാരിദ്ര്യം, അസമത്വം, ക്ഷാമം. അദ്ദേഹത്തിന് ഒരു ഓർമ്മക്കുറിപ്പുണ്ട്, ഹോം ഇൻ ദ വേൾഡ്. അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പാണ് ഹോം ഇൻ ദ വേൾഡ് എന്നതാണ് അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ് പോവർട്ടി ആൻഡ് ഫാമിൻ,
ഓഫ് ടെക്നിക്സ്, ചോയ്സ് ഓഫ് ടെക്നിക്സ്, ഐഡിയ ഓഫ് ജസ്റ്റിസ്, ഐഡിയ ഓഫ് ജസ്റ്റിസ്, ഡെവലപ്മെൻറ്റ് ആസ് ഫ്രീഡം, ഡെവലപ്മെൻറ്റ് ആസ് ഫ്രീഡം, ആസ് ഫ്രീഡം. ഹോം ഇൻ ദ വേൾഡ് എന്നത് അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പാണ്. പോവർട്ടി ആൻഡ് ഫാമിൻ, ചോയ്സ് ഓഫ് ടെക്നിക്സ്, ഐഡിയ ഓഫ് ജസ്റ്റിസ്, ഡെവലപ്മെന്റ് ആസ് ഫ്രീഡം എന്നിവ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളാണ്. പോവർട്ടി വന്നപ്പോൾ നമുക്ക് ചോയ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ചോയ്സ് ഒന്നും ഇല്ലായിരിക്കും പെട്ടെന്ന് ഒരു ഐഡിയ കിട്ടി. എന്തിനുള്ളത്? ഡെവലപ്മെന്റിനുള്ള ഒരു ഐഡിയ കിട്ടി എന്നൊക്കെ നമുക്ക് കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഓർമ്മ വരും പുസ്തകങ്ങൾ. അല്ലെങ്കിൽ കുറേ പുസ്തകങ്ങൾ പഠിക്കാൻ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ പോവർട്ടി ആൻഡ് ഫാമിംഗ്, ചോയ്സ് ഓഫ് ടെക്നിക്സ്, ഐഡിയ ഓഫ് ജസ്റ്റിസ്, ഡെവലപ്മെന്റ് ആസ് ഫ്രീഡം എന്നിവയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ. അപ്പോൾ അമർത്യ സെന്നെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞു? ദാരിദ്ര്യരേഖ നിർണ്ണയിക്കുന്നതിൽ അപാകത ചൂണ്ടിക്കാട്ടിയ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ, മാനവ വികസന സൂചിക തയ്യാറാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തി, നളന്ദ യൂണിവേഴ്സിറ്റിയുടെ ആദ്യ ചാൻസലർ, അന്താരാഷ്ട്ര സാമ്പത്തിക ശാസ്ത്ര സംഘടനയുടെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യക്കാരൻ, 98-ൽ ആദ്യ സാമ്പത്തിക നോബൽ ലഭിച്ച ഇന്ത്യക്കാരൻ. ദെൻ 1999-ൽ ഭാരതരത്ന ലഭിച്ചു. 2019-ൽ അദ്ദേഹത്തിന് അമർത്യ സെൻ ചെയർ ഇൻ ഇനിക്വാലിറ്റി സ്റ്റഡീസ് ആരംഭിച്ച സ്ഥാപനമാണ് ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ്. 2020-ൽ അദ്ദേഹത്തിന് എന്ത് ലഭിച്ചു? പീസ് പ്രൈസ് ഓഫ് ജർമ്മൻ ബുക്ക് ലഭിച്ചു. 2021-ൽ അദ്ദേഹത്തിന്റെ പേര് പ്രിൻസസ് ഓഫ് അസ്റ്റൂറിയസ് പുരസ്കാരം ലഭിച്ചു. അദ്ദേഹത്തിന്റെ പഠന വിഷയമായിട്ടുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്തൊക്കെയാണ്? ദാരിദ്ര്യം, അസമത്വം, ക്ഷാമം. അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പ് ഏതാണ്? ഹോം ഇൻ ദ വേൾഡ്, പോവർട്ടി ആൻഡ് ഫാമിംഗ്, ചോയ്സ് ഓഫ് ടെക്നിക്സ്, ഐഡിയ ഓഫ് ജസ്റ്റിസ്, ഡെവലപ്മെന്റ് ആസ് ഫ്രീഡം എന്നിവ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ്. ഇത്രയും മനസ്സിലായല്ലോ. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്ര ചിന്തകർ എന്നുള്ള ടോപ്പിക് ഇവിടെ കംപ്ലീറ്റ് ആയി. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.